ശ്രീ രാജു പി നായർ 100 സീറ്റ് 100+ ഒക്കെ UDF പ്രതീക്ഷ വെച്ചിരുന്നു. പക്ഷേ 70-80 റേഞ്ചിലാണ് മിക്കവാറും എക്സിറ്റ് പോളുകൾ. ആക്സിസ് മൈന്റെ 90 സീറ്റ് വരെ 78 മുതൽ 90 സീറ്റ് വരെ UDF പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. 90 എന്ന മാർക്കിൽ ഒരൊറ്റ എക്സിറ്റ് പോളെ എത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം 70-85 മാക്സിമം റേഞ്ചിൽ നിൽക്കുകയാണ്. UDF പ്രതീക്ഷിച്ച ഫലമാണോ എക്സിറ്റ് പോൾ പ്രൊജക്ഷനായി വരുന്നത്? അതെ, എക്സിറ്റ് പോൾ പ്രൊജക്ഷൻ അപ്പുറം പോകുമെന്ന് തന്നെയാണല്ലോ UDF. തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ എക്സിറ്റ് പോളുകൾക്ക് കാണുന്നതിനപ്പുറമുള്ള ഒരു തരംഗം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം CPM രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, CPM പാർട്ടി നിലനിൽക്കാൻ വേണ്ടിയിട്ട് CPMനെതിരെ പാർട്ടിക്കാർ വോട്ട് ചെയ്തൊരു തെരഞ്ഞെടുപ്പാണിത്. അതൊരിക്കലും പോളിൽ അങ്ങനെ അവർക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ വിഭാഗം ജനങ്ങളും UDFനെ അനുകൂലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അത് തൊഴിലാളികളാവട്ടെ, സ്ത്രീകളാവട്ടെ, പുതിയ വോട്ടർമാരാവട്ടെ, അങ്ങനെ എല്ലാവരും. കാരണം UDF മുന്നോട്ട് വെച്ചത് കേവലമായിട്ടുള്ള ഒരു പ്രതിപക്ഷ ആരോപണങ്ങളുടെ രാഷ്ട്രീയം മാത്രമല്ല, മറിച്ച് കേരളം, പുതിയൊരു കേരളം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ യാത്ര നടത്തി. അതിലൂടെ ഞങ്ങൾ പല വിഭാഗങ്ങളിൽ, ഹെൽത്ത് ആണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും അങ്ങനെ പല മേഖലകൾ സംബന്ധിച്ച് ആധികാരികമായി പഠനം നടത്തി. അവിടെയെല്ലാം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോയത്. അത് അവിടെയാണ് ജനങ്ങൾക്ക് ആവേശമുണ്ടാകും, അവിടെയാണ് ജനങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായത്. അപ്പോൾ ആ ഒരു വലിയ പോസിറ്റീവ് നോട്ടുള്ള ക്യാമ്പയിനിൽ കോൺഗ്രസ് പോകുമ്പോൾ CPM മറുപക്ഷത്ത് ഈ തെരഞ്ഞെടുപ്പിനെ മുഴുവൻ വർഗീയവൽക്കരിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളായിരുന്നു. അവിടെ മുസ്ലിം സമൂഹത്തെ മുഴുവൻ അപരവൽക്കരിക്കാൻ വേണ്ടി പലയിടത്തും ജമാഅത്തെ ഇസ്ലാമിയുടെയും അത് തന്നെ മറ്റുള്ള പേരുകൾ പറഞ്ഞുകൊണ്ട് മുസ്ലിം വോട്ടർമാർ മുഴുവൻ ഏതോ വർഗീയവാദികളാണെന്നും അത് മലപ്പുറത്തെ പ്രത്യേകമായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ, അങ്ങനെ പല സ്ഥലത്തും ജനങ്ങളെ അകറ്റുന്ന രീതിയിലുള്ള, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രചരണവുമായിട്ടാണ് CPM മുന്നോട്ട് പോയത്. CPMന് ഒരിക്കലും ഇവിടെ പറഞ്ഞ, നേരത്തെ അരുൺകുമാർ ഇവിടെ പറഞ്ഞ വലിയ നേട്ടങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും അത് നിർത്തണം എന്നുള്ളതാണ്. കാരണം എന്തായാലും തെരഞ്ഞെടുപ്പ് റിസൾട്ടൊന്നും വന്നിട്ടില്ലെങ്കിലും സൂചനകൾ വരുന്നത് അതെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അപ്പം ജനങ്ങൾ തള്ളിക്കളഞ്ഞ രാഷ്ട്രീയം ഇനിയും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഞങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ ഒരു കോൺഗ്രസ്സുകാരൻ, ഇവിടുത്തെ LDF അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടിയും CPI എന്ന് പറയുന്ന പാർട്ടികൾ കേരളത്തിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ BJPയെ പൂജ്യത്തിലേക്ക് കൊണ്ടത് കെട്ടാൻ പറ്റുള്ളൂ. കാരണം ഒരു ദ്വന്ദ്ം, LDF UDF ദ്വന്ദ്ം കേരളത്തിൽ അനിവാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൻ്റെ അല്ലെങ്കിൽ വരുന്ന സൂചനകൾ അവഗണിച്ചുകൊണ്ട് തങ്ങൾ പിടിച്ചത് തന്നെയാണ് തങ്ങൾ എന്നുള്ള നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് CPMന്റെ വലിയ അധപ്പതനമായിരിക്കും. തീർച്ചയായിട്ടും 100 സീറ്റിനടുത്തുള്ള ഒരു ഭൂരിപക്ഷത്തോട് കോൺഗ്രസ് UDF ജയിച്ചു കഴിഞ്ഞാൽ CPMനെ സംബന്ധിച്ചോളം വലിയ പ്രതിസന്ധിയായിരിക്കും. CPMനെ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നിരിക്കുന്ന ഇടതുപക്ഷ മൂല്യങ്ങളിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് സംഘടനാ രീതിയിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ഏകാധിപത്യ നേതൃത്വത്തിലേക്ക് വന്നതിൻ്റെ വിഴുപ്പുകൾ, അതുപോലെ തന്നെ അതിനകത്തുള്ള ദുഷ്പ്രവണതകളെല്ലാം CPMനെതിരെ തിരിച്ചടിക്കുന്ന വലിയ സാഹചര്യം ഉണ്ടാവും. അത് അവരെ സംബന്ധിച്ചുള്ള ആയിട്ട് തന്നെ രൂപപ്പെടുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല.